എന്റെ മകൻ എന്തോ വലിയ ആലോചനയിലായിരുന്നു എന്ന് തോന്നുന്നല്ലോ. അതമ്മേ, ഞാൻ പഴയ വകുപ്പുകളും ചട്ടങ്ങളും ഒക്കെ ഓർത്തെടുക്കുകയായിരിക്കും അല്ലേ? നീ എന്തോ പഴയ വക്കീൽ കോട്ടെടുത്ത് അണിഞ്ഞെന്നോ കോടതിയിൽ പോയെന്നോ ബാധിച്ചെന്നോ ഒക്കെ കേട്ടു. അമ്മേ, ഞാൻ പഴയതൊക്കെ ഓർമ്മയുണ്ടോന്ന് നോക്കിയതായിരിക്കും അല്ലേ? എനിക്കത് മനസ്സിലായി. ഇനി അതല്ല, ഒരു കൗതുകത്തിന് അങ്ങനെ ചെയ്തു പോയതാണെങ്കിലും സാരമില്ല. നിനക്ക് LLM പഠിക്കണോ? വക്കീൽ പഠനത്തിന്റെ മാസ്റ്റർ ഡിഗ്രിക്ക് വേണമെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ അഡ്മിഷൻ എടുത്തു തരാം. ഇനി അതല്ല, നമ്മുടെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായി പോണോന്നുണ്ടെങ്കിലും അത് എന്നോട് പറഞ്ഞാ മതി. ഞാൻ അല്ലാതെ നക്കാപ്പിച്ച ഫീസിന് വേണ്ടി ഈ ചൂട് സമയത്ത് കറുത്ത കോട്ടും വലിച്ചു കയറ്റി നീ കോടതി വരാന്തകളിൽ അലയാനൊന്നും നിക്കണ്ട. മനസ്സിലായോ? ഇതൊരു മഹത്തായ പ്രൊഫഷനാ. നീതിയും സത്യം സംരക്ഷിക്കാൻ നിൽക്കുന്നവരാ വക്കീലന്മാര്. വേണ്ട, നീ ആ വക്കീൽ പണിക്ക് ഇനി പോകണ്ട. കഞ്ചാവ് വിൽപ്പനക്കാരെയും മയക്കുമരുന്ന് കച്ചവടക്കാരെയും കള്ളന്മാരെയും കൊലയാളികളെയും ജാമ്യത്തിലെടുക്കാൻ വാദിക്കുന്നതാണോ നീതിയും സത്യവും സംരക്ഷിക്കൽ? രമാദേവിയുടെ മകൻ അത്തരം തരംതാണ കേസുകളുടെ വക്കാലത്തെടുക്കുന്നതേ എനിക്കിഷ്ടമല്ല. നീ ഇനി വക്കീൽ കോട്ടിടുന്നുമില്ല, വക്കാലത്തെടുക്കുന്നുമില്ല. അമ്മേ, ഞാൻ നിയമം പഠിച്ചത് അത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനാ. അമ്മ അതിന് തടസ്സം നിൽക്കരുത് പ്ലീസ്. നിന്നെ ഞാൻ LLBക്ക് പഠിപ്പിച്ചത് രമാദേവിയുടെ മകൻ LLB വരെ പഠിച്ചവനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാ. പെറ്റിക്കേസും തേടി നാട് നീളെ തെണ്ടാനല്ല. നീ വക്കാലത്തെടുത്തത് ആർക്കു വേണ്ടിയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. കൊട്ടാരത്തിലെ തമ്പുരാട്ടിയെയും തമ്പുരാനെയും ചതിച്ചു കൊന്ന കൊടും ക്രിമിനലിനു വേണ്ടി. ആ ശിവദാസൻ നിന്റെ ആരാ? ജനിപ്പിച്ച തന്തയോ അതോ നിന്റെ അമ്മാവനോ? ഒരു നോട്ടോറിയസ് ക്രിമിനലിനു വേണ്ടി രമാദേവിയുടെ മകൻ കോർട്ടിട്ടിറങ്ങണ്ട. കോടതി പ്രതിയെന്ന് വിധിക്കുന്നത് വരെ ആരും കുറ്റവാളികളല്ല. കുറ്റവാളികളെന്ന് സംശയിക്കുന്നതിന് മാത്രം. ഓഹോ, നീ എന്നോടും വാദിക്കാൻ തുടങ്ങിയോ? നിന്റെ വാദം കേൾക്കാൻ എനിക്ക് സമയവുമില്ല, താല്പര്യവുമില്ല. എന്റെ ശത്രുവാ കൊട്ടാരത്തിലെ ആശ്രിതനായ ആ ശിവദാസൻ. ഇനിമേലാൽ നീ വക്കീൽ കോട്ടുമണിഞ്ഞ് ശിവദാസന് വേണ്ടി കോടതിയിൽ ഹാജരായാൽ ശിവദാസന്റെ വിധി എഴുതുന്നത് ഈ രമാദേവിയായിരിക്കും. ജയിലിനകത്തിട്ട് അയാളെ തീർക്കും ഞാൻ. അമ്മേ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? പറയുന്നത് മാത്രം പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന ആളാണ് ഈ രമാദേവി. അത് എന്റെ മകൻ ഓർത്താൽ നല്ലത്.